ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഒരു തിയറി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ പ്രോബ്ലം വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അത് ഒന്നുകിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ തയ്യാറാക്കാനായിട്ട് പറയും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് തയ്യാറാക്കാനായിട്ട് പറയും. അപ്പോൾ അതൊക്കെ വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ്. പിന്നെ ഇതിൽ അവസാനമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മളോട് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും കൂടിയാണ് ഇതിൽ അവസാനമായിട്ടും വരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് കുറേ തിയറി വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന ഒരു പ്രോബ്ലം കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഷോസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ നെറ്റ് അസറ്റ്സ് ഓർ വെൽത്ത് ഇൻ ആൻ എൻറ്റിറ്റി. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെറ്റ് അസറ്റ്, അതിൻ്റെ ആസ്തികൾ, അതേപോലെ അതിൻ്റെ മൊത്തത്തിലുള്ള വെൽത്ത്, അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നൊന്നും തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ആകെ 2 ലൈനിൽ നമ്മൾ ഇതിൻ്റെ ഒരു തിയറി ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് നോട്ടിലേക്ക് നിങ്ങൾ പകർത്തി എഴുതുക. ബാക്കി നമുക്ക് ഇതിൻ്റെ ചില കോമ്പണൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം എല്ലാം ഇതിൻ്റെ കണക്കിലേക്ക് നമുക്ക് കടക്കണം. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത സൈഡിങ് ആയിട്ട് എഴുതുക കോമ്പോണൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ കോമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 5 മാർക്കിനായിട്ട് നമ്മളോട് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ തയ്യാറാക്കുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളതിൽ നെറ്റ് പ്രോഫിറ്റ് എഴുതും, അല്ലെ, അതിന് നമ്മളെ ഇൻകം ഒരു സൈഡിലേതും എക്സ്പെൻസ് ഒരു സൈഡിലേതും. അതിപ്പോൾ പ്രോഫിറ്റ് ലോസിൻ്റെ കേസിലാണെങ്കിൽ ഇനിയിപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണെങ്കിൽ അതിൻ്റെ അസറ്റ്സ് ഒരു സൈഡിൽ, അതേപോലെ അതിൻ്റെ ലയബിലിറ്റീസ് മറ്റൊരു സൈഡിലായിട്ടൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ എലമെൻറ്റ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. ദർ വിൽ ബി ആൻ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, അപ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്, ദിസ് റെപ്രസെൻറ്റ്സ് ദ ബാലൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി റിസർവ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കമ്പാരിറ്റീവ് റിപ്പോർട്ടിംഗ് പീരീഡ് ആസ് റിഫ്ലക്റ്റഡ് ടു ദ പ്രയർ പീരീഡ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. അത് എന്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി റിസർവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് ഇത് മുതൽ ഇതുവരെ നോട്ടിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. Since changes in accounting policies are applied retrospectively, an adjustment is required in stockholders' reserves at the start of the comparative reporting period to restate the opening equity to the amount that would be arrived if the new accounting policy had always been applied. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവരികയോ അല്ലെങ്കിൽ കമ്പനി തന്നെ എന്താണ് നിലവിലുള്ള അക്കൗണ്ടിങ് നയങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു അക്കൗണ്ടിങ് നയം സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ് ആ പുതിയൊരു മെത്തേഡായി മാറും. അതായത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തു വന്ന അക്കൗണ്ടിങ് മെത്തേഡിന് വിപരീതമായിട്ടാണ് ഈ വർഷം മുതൽ അക്കൗണ്ടിങ് മെത്തേഡ് സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ മുൻ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ ബാലൻസ് ഈ വർഷം കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആ വർഷത്തെ ആ ഒരു മെത്തേഡ്, നമ്മൾ നേരത്തെ സ്വീകരിച്ച മെത്തേഡ് മാറ്റിക്കൊണ്ട് നമ്മളിപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന മെത്തേഡിൽ വെച്ചിട്ട് അതിൻ്റെ ബാലൻസ് ഒന്ന് കണ്ടെത്താനാണ് പറയുന്നത്. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണുള്ളത്. അപ്പോൾ ആദ്യ വർഷങ്ങളിൽ അവരിപ്പോൾ എക്സാമിനേഷനായിട്ട് വെറും MCQ മാത്രം തരാമെന്ന് വെക്കുക. MCQ മാത്രം നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യിച്ചിട്ടാണ് മാർക്ക് ഇടുന്നത് എങ്കിൽ ഈ വർഷം മുതൽ അവർ അത് വേറെ രീതിയിലേക്ക് മാറ്റാമെന്ന് കരുതുക. വേറെ രീതിയിലേക്ക് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടൺ എക്സാമിനേഷനാക്കി മാറ്റുന്നത്. അപ്പോൾ ഇനി ഈ റിട്ടൺ എക്സാമിനേഷൻ്റെ മാർക്കും നിങ്ങളുടെ MCQൻ്റെ മാർക്കും തമ്മിൽ എന്ത് വരും, വലിയ അന്തരമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ MCQയിൽ വേറെ രീതിയിലാണ് വാല്യുവേഷൻ വരിക, നമ്മൾ പഠിക്കുന്ന രീതി വേറെയാണ്, അത് ഒബ്ജക്റ്റീവാണ് കൂടുതൽ. മറ്റൊരു സബ്ജക്റ്റീവ് ആകുമ്പോൾ ചിലപ്പോൾ മാർക്ക് കൂടാനോ കുറയാനോ ചാൻസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യേണ്ടി വരും, യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ ഒന്നും കൂടി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് 2 വർഷത്തെ സബ്ജക്റ്റീവായിട്ട് എഴുതിച്ചതിന് ശേഷം
ആ മാർക്കും കൂടി ചേർത്തിട്ട് മൂന്നാമത്തെ വർഷം കൂടി നമ്മൾ എന്താണ് അവർ ആ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് ആ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം മെത്തേഡ് അല്ലെങ്കിൽ പോളിസി മാറുകയാണ്. അപ്പോൾ അതേപോലെയാണ് കമ്പനിയുടെ കേസ്. കമ്പനി ഇതുവരെ ഒരു പോളിസി കമ്പനി പുതിയൊരു പോളിസിയാണ് കൊണ്ടുവരാൻ പോകുന്നത് എങ്കിൽ കഴിഞ്ഞ വർഷത്തെ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന ആ പോളിസി മാറ്റിക്കൊണ്ട് കഴിഞ്ഞ വർഷം ചെയ്തു വെച്ച ആ ബാലൻസിനെ എന്താണ് ചെയ്യാൻ പോകുന്ന പോളിസീൻ്റെ എങ്ങനെയാണ് ബാലൻസ് വരിക എന്നുള്ള രീതിയിലേക്ക് കമ്പനി ആദ്യം ഒന്ന് എന്താണ് റീവിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് റീകൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായ ബാലൻസ് എഴുതി വെച്ചതിന് ശേഷമേ ഈ വർഷം അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ എഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രയർ പീരീഡ് എറർ. ഓക്കെ, ദി എഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് prior period error must be presented separately in the statement of changes in equity as an adjustment to opening reserves. അതായത് എന്തെങ്കിലും എറേഴ്സ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം വന്ന എറേഴ്സ് തെറ്റുകൾ എന്താണ് അത് തിരുത്തിക്കൊണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളിലും നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഹെഡിങ് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. കോമ്പണൻസ് ചോദിച്ചിട്ട് സൈഡ് ഹെഡിങ് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. റീസ്റ്റേറ്റഡ് ബാലൻസ്. ദിസ് റെപ്രസെൻറ്റ്സ് ദ ഇക്വിറ്റി ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി കമ്പാരറ്റീവ് പീരീഡ് ആഫ്റ്റർ ദി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് കറക്ഷൻ ഓഫ് പ്രയർ പീരീഡ് എറേഴ്സ് ആസ് എക്സ്പ്ലെയിൻഡ് എബോ. അതായത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബാലൻസ് എഴുതുമെന്നാണ് കഴിഞ്ഞ വർഷത്തിലുള്ള പ്രയർ പീരീഡിൽ വന്ന എറേഴ്സ് നമ്മൾ റെക്ടിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം ബാലൻസ് എഴുതേണ്ടത്. റീസ്റ്റേറ്റഡ് ബാലൻസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോയിൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ് ഈ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് മാത്രം നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് എന്താ പറയുന്നത്, ചേഞ്ചസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇഷ്യൂ ഓഫ് ഫർദർ ഷെയർ ക്യാപിറ്റൽ ഡ്യൂറിങ് ദ പീരീഡ് മസ്റ്റ് ബി ആഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അതായത് പുതിയ വർഷത്തിൽ നമ്മൾ പുതുതായിട്ട് ഷെയർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്തിലേക്ക് ആഡ് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ് എഴുതി വെക്കുക. പിന്നെ എന്താ പറയുന്നത്, ഡിവിഡൻസ് ആണ്. ഓക്കെ, ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ് ഇഷ്യൂഡ് ഓർ അനൗൺസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അതായത് ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. അപ്പോൾ ഡിവിഡൻഡ് മാത്രം എഴുതുക, പിന്നെ എന്തെങ്കിലും ഡിവിഡൻഡ് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇൻകം ഓർ ലോസ് ഫോർ ദ പീരീഡ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ദിസ് റെപ്രസെൻറ്റ്സ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് ആസ് റിപ്പോർട്ടഡ് ഇൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കൃത്യമായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി എഴുതി വെക്കുക. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ചേഞ്ചസ് ഇൻ റീവാലുവേഷൻ റിസർവ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, റീവാലുവേഷനിൽ ചിലപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വരും. അതായത് ചിലപ്പോൾ നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ഒക്കെ റീവാല്യൂ ചെയ്യും, അതിൻ്റെ വില നിർണ്ണയം നമ്മൾ മാറ്റി എഴുതും. ലാൻഡിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ലാൻഡിനൊക്കെ വർഷം ചെല്ലുന്തോറും അതിൻ്റെ എന്താണ് വാല്യൂ വർദ്ധിച്ച് വരിക ചെയ്യുക, മറ്റ് ഫിക്സഡ് അസറ്റിൻ്റെയൊക്കെ വാല്യൂ കുറഞ്ഞ് വരിക ചെയ്യുക. അപ്പോൾ ചിലതിന് പ്രോഫിറ്റ് ആയിരിക്കും വരിക, ചിലതിന് ലോസ് ആയിരിക്കും വരിക. അപ്പോൾ ലാൻഡിൻ്റെ കേസ് ആകുമ്പോൾ പ്രോഫിറ്റാണ് വരിക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇതിലേക്ക് എന്താണ് ഉൾക്കൊള്ളിക്കണം എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, അതർ ഗെയിൻസ് ആൻഡ് ലോസസ്. മറ്റെന്തെങ്കിലും ഗെയിനോ ലോസോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലേക്ക് ആഡ് ചെയ്യുക. അതൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട എന്താണ് ഫണ്ടുകളാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്, ക്ലോസിംഗ് ബാലൻസ്. അതായത് ഈ വർഷത്തെ അവസാനത്തെ ബാലൻസ് എന്താണ് എഴുതി വെക്കുക. ഓപ്പണിംഗ് ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് അവസാനം എന്തും വരും, ക്ലോസിംഗ് ബാലൻസ് വരും. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് പോയിന്റുകൾ ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കോമ്പോണൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്രൊഫോമ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, SOCE. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലായിട്ട് BBAക്കാർക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ തേർഡ് സെമസ്റ്ററിൽ വരുന്ന എന്താണ് പേപ്പറിൽ കൃത്യമായിട്ട് ഇത് പഠിക്കാനായിട്ടുണ്ട്. BComമാർക്കും അതിൻ്റെ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കോളംസ് വരുന്നുണ്ട്, ആദ്യം തന്നെ ഒരു പെർട്ടിക്കുലർ കോളം വരുന്നുണ്ട്, പിന്നെ 1 2 3 4 5 6 7 8 കോളം വരുന്നുണ്ട്. എട്ടാമത്തത് ടോട്ടൽ കോളമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സിൻ്റെ കോളമാണ്, രണ്ടാമത്തത് നോട്ട് നമ്പറാണ്. അപ്പോൾ നമുക്കറിയാം ഈ നോട്ട്സ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിനും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലൊക്കെ കൃത്യമായിട്ട്
എഴുതിയതാണ്. അത് കഴിഞ്ഞ് അടുത്ത എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതേണ്ട കോളമാണ്. പിന്നെ വരുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൻ്റെതാണ്, പിന്നെ ക്യാപിറ്റൽ റിസർവ് ആണ്, പിന്നെ ട്രഷറി സ്റ്റോക്കാണ്, പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്, പിന്നെ റീവാലുവേഷൻ സർപ്ലസ് ആണ്. ഓക്കെ, ഇതാണ് 7 കോളംസ്. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ കോളം വേറെ വരുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് എഴുതുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ്, ഇക്വിറ്റീൻ്റെ, അതേപോലെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ, ക്യാപിറ്റൽ റിസർവിൻ്റെ, ട്രഷറി സ്റ്റോക്കിൻ്റെ, റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ, റീവാലുവേഷൻ സർപ്ലസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇതിന് ലോസ് ആണെങ്കിൽ അത് 2 സൈഡിലും ബ്രാക്കറ്റ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ അത് ലോസ് എന്നിട്ട് കണക്കാക്കും. ഓക്കെ, ആദ്യം അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. പിന്നെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും, അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പ്രീമിയം എഴുതുക. അതിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഏകദേശം ധാരണ വരും. പിന്നെ അടുത്തത് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ ആണ്. അപ്പോൾ അത് അധികം എന്താണ് ഇവിടെയാണ് വരിക. അതിൽ എന്തെങ്കിലും പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയും വരും. പിന്നെ നെറ്റ് ഇൻകം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. അപ്പോൾ അത് ഓരോന്നിനും നമുക്ക് എഴുതേണ്ടതായി വരും, നോട്ടിൽ നമ്പറൊക്കെ എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ റിസർവ് ആണ്, പിന്നെ ഡിവിഡൻ്റ് ആണ്, പിന്നെ ഷെയർ ബൈബാക്ക് ഉണ്ട്, അതായത് കമ്പനി തന്നെ തിരിച്ച് വാങ്ങും ഷെയറുകൾ. ഓക്കെ, ബൈബാക്ക് വരും. പിന്നെ റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോർമാറ്റിൽ വരുന്നത്. അപ്പോൾ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക നോട്ട്ബുക്കിലേക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമാറ്റ് വളരെ നീറ്റായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇനിയുമല്ല നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. പ്രോബ്ലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഈ ഒരു ചാപ്റ്റർ കഴിയാണ്. അതേപോലെ നമ്മുടെ മൊത്തം എന്താണ് പേപ്പർ തന്നെ ഈ ഒരു വർഷത്തെ 2ാം സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പർ തന്നെ എന്താണ് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാമ്പിൾ 8 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദി കോമ്പോസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓഫ് സ്റ്റാർ ലിമിറ്റഡ്. അപ്പോൾ സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട തുകകൾ. ഓക്കെ, അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആസ് അറ്റ് 1st April 2018, 2018 ഏപ്രിൽ 1-നുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകളാണ് കൊടുത്തിരിക്കുന്നത് ആസ് ഫോളോസ്. അപ്പോൾ ആദ്യം തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് 20 lakhs ഓതറൈസ്ഡ് ആണ്. അതിൽ 5 lakh ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉള്ളതെന്ന് വെച്ചാൽ 50 ലക്ഷമാണുള്ളത്. ഇൻ ലാക്സ് ആണ് കേട്ടോ, ഇവിടെ 50 ലക്ഷമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉള്ളത് 1,20,00,000. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റ്, ക്യാപിറ്റൽ റിസർവ്സ് ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ 30 ലക്ഷമാണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് ഉള്ളത് 90 ലക്ഷമാണ്. റീവാലുവേഷൻ സർപ്ലസ് ഉള്ളത് 15 ലക്ഷമാണ്. എല്ലാം കൂടി ചേർത്തിട്ട് 3,05,00,000 ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഈ ഫിഗേഴ്സ് കൂടാതെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ായിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഓൺ 31st March 2019 ദ കമ്പനി ഡിക്ലയർഡ് ആൻഡ് ഇഷ്യൂഡ് 10% ബോണസ് ഷെയർസ്. പ്രൈസ് പെർ ഷെയർ അറ്റ് ദ ഡേറ്റ് വാസ് ₹40. അതായത് കമ്പനി 2019 മാർച്ച് 31, അതായത് ക്ലോസിംഗ് ഡേറ്റിന് കമ്പനി 10% ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഷെയറിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 40 രൂപയാണ്. ഇനി ഓരോ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൺ 1st July 2018 the company issued 1 lakhs new shares for total consideration of ₹45 lakhs. The stated price of equity share is 10 rupee. അതായത് 45 ലക്ഷത്തിൻ്റെ ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ജൂലൈ 1, 2018. അപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും എമൗണ്ട് കമ്പനി അല്ലെങ്കിൽ ഇത്രയും ഷെയർ കമ്പനി ഇഷ്യൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡഡ് 31st March 2019 amounted to ₹50 lakh and the company paid dividends totaling 16 lakh. അതായത് കമ്പനിക്ക് പ്രോഫിറ്റ് 50 ലക്ഷം ഉണ്ടായിട്ടുണ്ട് 2019 മാർച്ച് 31. അതായത് ക്ലോസിംഗ് ഡേറ്റിന് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിന് കമ്പനി മനസ്സിലാക്കിയ പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 50 ലക്ഷമാണ്. അതിൽ 16 ലക്ഷം കമ്പനി ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. കമ്പനി ഈസ് റിക്വയർഡ് അണ്ടർ ലോ ടു സെറ്റ് അസൈഡ് 10% ഓഫ് നെറ്റ് ഇൻകം ഫോർ ദ പീരീഡ് ആൻഡ് ക്രെഡിറ്റ് ഇറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. അതായത് കമ്പനിയോട് പറഞ്ഞിരിക്കുന്നത് കിട്ടിയിരിക്കുന്ന ഇൻകത്തിൻ്റെ 10% ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നിയമമുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. 5,000 ഷെയർസ് വെയർ ബോട്ട് ബാക്ക്, അതായത് ബൈ ബാക്ക് ഓഫ് ഷെയർ ആണ്. കമ്പനി തിരിച്ച് വാങ്ങിയിട്ടുണ്ട് 5,000 ഷെയർ ഓൺ
സെപ്റ്റംബർ 30, അതായത് 9 മാസങ്ങൾക്ക് ശേഷമാണ് ബൈബാക്ക് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 30 അറ്റ് ₹40 പെർ ഷെയർ, അതായത് ഒരു ഷെയറിന് 40 രൂപ വെച്ചിട്ടാണ് ബൈബാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇ എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ദി കമ്പനി റിവേഴ്സ്ഡ് ദ അപ്വേർഡ് റീവാലുവേഷൻ ഓഫ് എൻ അസറ്റ് ബൈ ₹5 lakh. അതായത് ഒരു കമ്പനി ഒരു അസറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്തപ്പോൾ അത് മനസ്സിലായത് 5 ലക്ഷം രൂപ അതിന് കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, ദി റീവാലുവേഷൻ സർപ്ലസ് ഓൾറെഡി ഇൻക്ലൂഡ് 7 lakh ഓഫ് സച്ച് ഇനീഷ്യൽ അപ്വേർഡ് റീവാലുവേഷൻ. അതായത് അതിൻ്റെ റീവാലുവേഷൻ മുൻപ് ചെയ്തപ്പോൾ റീവാലുവേഷൻ അതിന് അപ്വേർഡാണ് കാണിച്ചത്, അത് 7 ലക്ഷം കൂടുതലായിട്ടായിരുന്നു കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളോടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ ഫോർമാറ്റാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പെർട്ടിക്കുലേഴ്സ്, പിന്നെ നോട്ട് നമ്പർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, അതേപോലെ ക്യാപിറ്റൽ റിസർവ്, ട്രഷറി സ്റ്റോക്ക്, റീറ്റെയിൻഡ് ഏർണിങ്സ്, അതേപോലെ റീവാലുവേഷൻ സർപ്ലസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഐറ്റംസ്, ഈ 5 ഐറ്റംസ് ഇതില്ലാതെ ഈ 5 ഐറ്റംസ് ക്വസ്റ്റ്യനിൽ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇക്വിറ്റി ഷെയർ മുതൽ റീവാലുവേഷൻ സർപ്ലസ് വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഹെഡിങ് വെച്ചിട്ട് ഈ കോളംസ് വരയ്ക്കേണ്ടത്. ഇത് ഡിവിഡൻഡായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോളമാണ്, അതുകൊണ്ട് ട്രഷറി സ്റ്റോക്കും കൂടി വരച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ എടുത്ത് എഴുതേണ്ടത് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഇൻ ലാക്സ് ആണ് ഓരോന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർ എത്രയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? 50 ലക്ഷമാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അതായത് 1,20 ലക്ഷമാണ്. പിന്നെ ക്യാപിറ്റൽ റിസർവ് 30 ലക്ഷമാണ്. റീറ്റെയിൻഡ് ഏർണിംഗ് 90 ലക്ഷമാണ്. റീവാലുവേഷൻ സർപ്ലസ് 15 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതി വെക്കുക. 50, 120, 30, ഇതിന് ബാലൻസ് ഇല്ല. പിന്നെ റീറ്റെയിൻഡ് ഏർണിംഗ് 90, പിന്നെ 15. ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 305, അതായത് 3,05,00,000 രൂപയാണ്. തന്നെ ഈ ഓപ്പണിംഗ് ബാലൻസുകളൊക്കെ നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി അടുത്തതായിട്ട് എഴുതാനുള്ളത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ആണ്. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ഓക്കെ, അപ്പോൾ അതിന് നേരെയായിട്ട് നോട്ട് നമ്പർ എ എന്ന് എഴുതി വെക്കുക. കാര്യം നമ്മളിതിൽ നോട്ട് തയ്യാറാക്കിയിട്ട് വേണം ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഓൺ 31 March 2019 ദി കമ്പനി ഡിസൈഡഡ് ആൻഡ് ഇഷ്യൂഡ് കമ്പനി ഡിക്ലയർഡ് ആൻഡ് ഇഷ്യൂഡ് 10% ബോണസ് ഷെയർസ്. പ്രൈസ് പെർ ഷെയർ അറ്റ് ദ ഡേറ്റ് വാസ് 40 rupees. ഓക്കെ, അതായത് 40 രൂപ ഒരു ഷെയർ വെച്ചിട്ട് നിലവിലുള്ള ഷെയറുകളുടെ എത്രയാണ് 10% ഷെയർ ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 40 രൂപ. അപ്പോൾ നിലവിൽ എത്ര ഷെയർ ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു ഷെയറിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്ത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 5 ലക്ഷം ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 10% ഷെയർ ആണ് എന്ത് ചെയ്യുന്നത്? ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 10% ഷെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 50,000 ഷെയർ ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷെയറിന് 40 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഷെയർ 40 രൂപ വെച്ച് കൊടുക്കുന്ന നേരത്തെ 20 ലക്ഷത്തിൻ്റെ ഷെയർ ആണ് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിന് വില പ്രീമിയത്തിൻ്റെ കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടോ നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ദ സ്റ്റേറ്റഡ് പ്രൈസ് ഓഫ് ആൻ ഇക്വിറ്റി ഷെയർ ഓഫ് ദ കമ്പനി ഈസ് 10 rupees. അപ്പോൾ 10 രൂപയുള്ള ഷെയർ കമ്പനി എത്ര രൂപക്കാണ്? 40 രൂപ എന്നുള്ള നിരക്ക് വെച്ചിട്ടാണ് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 40 രൂപയുടെ ഷെയറിൻ്റെ യഥാർത്ഥ വില എത്രയുള്ളൂ? 10 രൂപയുള്ളൂ. അപ്പോൾ 30 രൂപയോളം എന്താണ്? പ്രീമിയമാണ്. ഓക്കെ, അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലായിട്ട് ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നോട്ട്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുക. അപ്പോൾ അതിൽ ആദ്യത്തെ നോട്ട് വരുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് നിങ്ങളൊരു സൈഡിങ് എഴുതുക. അവിടെ നമ്മൾ ഇൻ ലാക്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ അക്കങ്ങൾ വല്ലാണ്ട് കൂടി പോകുന്നതിന് അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ 45 lakh ആണ് ഇവരും 45 എന്ന് മാത്രം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. റീറ്റേൺഡ് ഏർണിങ്സ് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതായത് ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ വെറുതെ കൊടുക്കുന്ന പോലെയാണ്.
അപ്പോൾ അത് റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് കരുതി വെച്ചിരിക്കുന്ന ഏർണിങ്സിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നാണ് ഈ ബോണസ് ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുക. കമ്പനിക്ക് വലിയ ലാഭം വരുന്നില്ല, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് നഷ്ടമാണ് വരിക. ഓക്കെ, അതൊരു ബോണസ് ആയിട്ട് കൊടുക്കുന്നതാണ്, എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റീറ്റേൺ ഏർണിങ്സിൽ നിന്നാണ് 20 ലക്ഷം കുറേ ചെയ്യുക. കാര്യം ഈ 50,000-ന്റെ, അതായത് 5 ലക്ഷത്തിന്റെ 10% പറഞ്ഞാൽ എത്രയാണ്? 50,000. ഈ 50,000 × 40 എന്ന് പറയുമ്പോൾ 20 ലക്ഷത്തിന്റെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ശരിക്കും ഷെയർ ക്യാപിറ്റലായിട്ട് വരുന്നത് 10 രൂപയാണ് ഷെയറിന്റെ വില. 50,000 × 10 5 ലക്ഷമാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുന്നത്. ബാക്കിയുള്ളത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലേക്കാണ് കമ്പനി എടുക്കുന്നത്. എത്രയാണ്? അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ്, അതായത് 20 ലക്ഷം 5 ലക്ഷം തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ട് എത്രയാണ്? 15 ലക്ഷമാണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം 50,000 ഇൻറ്റു എന്താണ് 30 എന്ന് ചെയ്താലും എത്ര വരും? 15 ലക്ഷം വരും. അപ്പോൾ ഈ ഒരു നോട്ട് എഴുതുക. ഈ നോട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ കണ്ടത് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് എന്താണ്? റീറ്റെയിൻഡ് ഏർണിങ്സിന് കുറയാണ് ചെയ്യുന്നത്, ഡെബിറ്റ് ആണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിന് നേരെയായിട്ട് 20 ലാക്ക് മൈനസ് ആണ് ചെയ്യേണ്ടത്. നെഗറ്റീവാണ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ വരിക. അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 5 ലക്ഷമാണ് വരുന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലേക്ക് 15 ലക്ഷമാണ് വരുന്നത്. ഇവിടെ ഒന്നും ഐറ്റംസ് വരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്നും വരുന്നില്ല, കാര്യം ഇത് മൈനസ് ആണ്, ഇത് രണ്ടും പോസിറ്റീവാണ്. ഓക്കെ, ഇനി അടുത്തത് എഴുതുക. ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ എന്ന് എഴുതുക. അപ്പോൾ അതിന് നോട്ട് നമ്പർ ബി എന്ന് കൊടുക്കുക. ഓക്കെ, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ നോട്ട് നമ്പർ ബി എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ നേരത്തെ നോക്കിയ പോയിന്റ് തന്നെയാണ്. അതിലെന്താ പറയുന്നത്? ഓൺ 1st July 2018 ദി കമ്പനി ഇഷ്യൂഡ് 1 lakhs ന്യൂ ഷെയർസ് ഫോർ ടോട്ടൽ കൺസിഡറേഷൻ ഓഫ് ₹45 lakhs. ദി സ്റ്റേറ്റഡ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് 10. അതായത് കമ്പനി 1 ലക്ഷം ഷെയർ പുതുതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇഷ്യൂ ചെയ്ത് 1st July 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1 ലക്ഷം ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി വാങ്ങിയിരിക്കുന്ന തുക 45 ലക്ഷമാണ്. അപ്പോൾ ഒരു ഷെയറിന് എത്രയ്ക്ക് വില വരിക? 45 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ലക്ഷം. ഓക്കെ, 45 lakh ഡിവൈഡഡ് ബൈ 1 lakh ആണ് ഒരു ഷെയറിന്റെ വിലയായിട്ട് വരുന്നത്. അപ്പോൾ 45 രൂപയാണ് ഒരു ഷെയറിന് വരുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ദ സ്റ്റേറ്റഡ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഇസ് 10 രൂപി. 10 രൂപയെ ഷെയറിന് വില ഉള്ളൂ. 45 രൂപക്കാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്ര രൂപയാണ് പ്രീമിയം? 35 രൂപയോളം പ്രീമിയമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു നോട്ട് എഴുതി വെക്കുക. ന്യൂ ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ട് എഴുതി വെക്കുക. അതിലെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹1 lakh × 45 lakh ആണ്. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 35 lakh. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ട് എഴുതി വെക്കുക. ഓക്കെ, തൊട്ടടുത്ത പേജിലായിട്ടാണ് നോട്ട് എഴുതേണ്ടത്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് എഴുതി. അപ്പോൾ അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്, 10 ലക്ഷമാണ് വരുന്നത്. അത് ബാങ്കിലേക്ക് വരുന്ന കാര്യം, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലേക്ക് 35 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 45 lakh ആണ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയൊന്നും വരുന്നില്ല. ശ്രദ്ധിക്കുക, നെറ്റ് ഇൻകം എഴുതി വെക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡഡ് 31st March 2019 എമൗണ്ടഡ് ടു ₹50 lakh. അപ്പോൾ 50 ലക്ഷമാണ് നെറ്റ് ഇൻകം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നെറ്റ് ഇൻകം എന്ന് എഴുതിയിട്ട് ഇവിടെ റീറ്റേൺഡ് ഏർണിങ്സിന് മുൻപിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോളത്തിലായിട്ട് 50 എന്ന് എഴുതി വെക്കുക. 50 ലക്ഷമാണ്. ഇവിടെ പിന്നെ നോട്ട് നമ്പർ സി എന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഒരു സി എന്ന് പറഞ്ഞു, നോട്ട് നമ്പർ സി എന്ന് പറഞ്ഞ നോട്ട് എഴുതി വെക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം മതി. നെറ്റ് ഇൻകം ഇൻക്രീസ് റീറ്റെയിൻഡ് ഏർണിംഗ് എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ബാക്കി കോളം ഒന്നും വരുന്നില്ല, അതൊക്കെ ബ്ലാങ്ക് ആണ്. ഇവിടെ ടോട്ടലായിട്ട് 50 എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതി വെക്കുക. ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ മൂന്നാമത്തെ പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. കമ്പനി ഈസ് റിക്വയർഡ് അണ്ടർ ലോ ടു സെറ്റ് അസൈഡ് 10% ഓഫ് നെറ്റ് ഇൻകം
ഫോർ ദ പീരീഡ് ആൻഡ് ക്രെഡിറ്റ് ഇറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അപ്പോൾ അതിനായും കൊണ്ട് നമ്മൾ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നോട്ട് ഇങ്ങനെ വരും: 10% പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ അതിലൊരു ജേണൽ എൻട്രി ആണ് വരുന്നത്. അത് റീറ്റേൺഡ് ഏർണിങ്സ്, അതായത് 5 ലക്ഷത്തിൻ്റെ 10%, സോറി 50 ലക്ഷത്തിൻ്റെ 10%, 5 ലക്ഷമാണ് ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഇതൊരു നോട്ടിന് വേണ്ടി നമ്മൾ എഴുതിയിരിക്കുന്നത് ജേണൽ എൻട്രി മാത്രമാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നോട്ട് നമ്പറിൽ നേരെ ഡി എന്ന് എഴുതി വെക്കുക. പിന്നെ ക്യാപിറ്റൽ റിസർവിന് നേരെയായിട്ട് 5 ലക്ഷം എന്ന് എഴുതി വെക്കുക. അപ്പോൾ ആ 5 ലക്ഷം എവിടുന്നാണ് എടുക്കുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ് നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അത് അവിടെ മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ഓക്കെ, ബാക്കിയെല്ലാ കോളം എന്താണ്? ബ്ലാങ്ക് ആയിരിക്കും. കാര്യം ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സീറോ വരുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് ഡിവിഡൻസ് എന്ന് എഴുതി വെക്കുക. ഡിവിഡൻസ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഡിവിഡൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിവിഡൻസ് ആയിട്ട് എത്രയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ശ്രദ്ധിക്കുക, ഡിവിഡൻ്റ് ആയിട്ട് 16 ലക്ഷമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഡിവിഡൻ്റ് ആയിട്ട് 16 ലക്ഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എവിടുന്നാണ് എടുത്ത് കൊടുക്കാന്ന് വെച്ചാൽ അത് നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. പ്രോഫിറ്റ് കൊണ്ട് മാറ്റിയിരിക്കുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സിലാണ്. അപ്പോൾ ഡിവിഡൻഡ് നേരെയായിട്ട് നിങ്ങൾ ഇ എന്ന് പറയുന്ന നോട്ടാണ് വരിക. അപ്പോൾ ആ നോട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആ നോട്ടിൽ പറയുന്നത് ക്യാഷ് ഡിവിഡൻഡ് ഡിക്രീസ് റീറ്റെയിൻഡ് ഏർണിംഗ് എന്നാണ്. ഓക്കെ, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 16 ലക്ഷമാണ് ഡിവിഡൻഡായി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ട് എന്ത് വരും? 16 വരും. ഓക്കെ, ബാക്കിയൊക്കെ ബ്ലാങ്ക് ആണ്. അപ്പോൾ അതാണ് ഡിവിഡൻഡിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് ബൈബാക്ക് ഓഫ് ഷെയർ ആണ്. ഷെയർ ബൈബാക്ക് എന്ന് എഴുതുക. ഷെയർ ബൈബാക്ക് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഷെയർ ബൈബാക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ 5,000 ഷെയർസ് വെയർ ബോട്ട് ബാക്ക് ഓൺ 30th September 2018. അതായത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ പറയുന്നത് 5000 ഷെയർ ബൈബാക്ക് ചെയ്തിട്ടുണ്ട് 30th September 2018. ഒരു ഷെയറിൻ്റെ വില 40 രൂപ വെച്ചിട്ടാണ് ബൈബാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ നോട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നോട്ടിൽ എന്താ പറയുന്നത്? എഫ് എന്ന് പറഞ്ഞ നോട്ടാണ്. അതിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ട്രഷറി സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ബൈബാക്ക് ചെയ്യുക. ട്രഷറി സ്റ്റോക്കിൽ നിന്നാണ് ബൈബാക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ 5000 ഷെയറാണ്, അത് 40 രൂപ വെച്ചിട്ടാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ 2 ലക്ഷം രൂപയാണ് എന്ത് വരിക? ബൈബാക്കിൻ്റെ എമൗണ്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ എഫ് എന്ന് എഴുതി വെക്കുക. അപ്പോൾ ട്രഷറി സ്റ്റോക്കിന് നേരെ 2 ലക്ഷമാണ് വരിക, ബാക്കിയൊക്കെ ബ്ലാങ്ക് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോട്ടലിന് നേരെയായിട്ട് 2 ലക്ഷം തന്നെ എഴുതി വെക്കുക. ഓക്കെ, അത് നെഗറ്റീവ് ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, -2 lakh ആണ്. അപ്പോൾ അതാണ് ബൈബാക്ക് വരുന്നത്. ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടിയാണ് വരുന്നത്, റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ ആണ്. റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഇ എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. കമ്പനി റിവേഴ്സ്ഡ് അപ്വേർഡ് റീവാലുവേഷൻ ഓഫ് എൻ അസെറ്റ് ബൈ 5 lakh. The revaluation surplus already include 2 lakhs of such initial upward revaluation. അപ്പോൾ 5 ലക്ഷമാണ് റീവാല്യൂ ചെയ്തിരിക്കുന്നത് അസറ്റിന്റെ വാല്യൂ. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ടായിട്ട് ജി എന്ന് പറഞ്ഞൊരു നോട്ടാണ് തയ്യാറാക്കുന്നത്. അതിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ആസ് പെർ IFRS, അതായത് IFRS പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഓക്കെ, ആസ് പെർ IFRS മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ നേരെ ജി എന്ന് പറയുന്ന നോട്ട് നമ്പർ എഴുതുക. അത് പിന്നെ നമ്മുടെ റീവാലുവേഷൻ സർപ്ലസിൽ അത് നെഗറ്റീവ് എമൗണ്ട് ആണ് വരുന്നത്, മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, 5 ലക്ഷം മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ -5 ലക്ഷം എഴുതുക. അത് ടോട്ടലിലും -5 ലക്ഷം, ബാക്കി എല്ലാ ഭാഗത്തും എന്താണ്? ബ്ലാങ്ക് ആണ് വരുന്നത്. ഓക്കെ, ഇനി ക്ലോസിംഗ് ബാലൻസ് ആണ് വരുന്നത്. ഓക്കെ,
ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ആസ് ഓൺ 31st March 2019 എന്ന് എഴുതിയാലും മതി. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന ഓരോ കോളത്തിൻ്റെയും ടോട്ടൽസ് താഴെ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ എത്ര വരും? ഇവിടെ 65 ലാക്കാണ് വരുന്നത്. ഇവിടെ വരുന്നത് 170 ലാക്കാണ്, അല്ലെങ്കിൽ 1,70 ലാക്കാണ്. ഇവിടെ വരുന്നത് 35 ലാക്കാണ്. ഇവിടെ നെഗറ്റീവ് എമൗണ്ട് ആണുള്ളത്, 2 ലാക്ക് നെഗറ്റീവ് ലാക്ക് എടുക്കുന്നത്. ഇവിടെ വരുന്നത് 99 ലാക്കാണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് ഈ കോളത്തിൽ റീവാലുവേഷൻ സർപ്ലസിൽ വരുന്നത് 10 ലാക്കാണ്. കാര്യം ഇവിടെ 15 ലക്ഷം പോസിറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവാണ് 5 ലാക്ക്, അതുകൊണ്ട് 10 ലാക്കാണ് വരുന്നത്. പിന്നെ ഈ ടോട്ടൽ ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചെയ്യുന്ന നേരത്ത് 3,77,00,000 377 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. 5ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അതേപോലെ 5 ചാപ്റ്റേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മൊത്തം പേപ്പർ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഇതിനൊരു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്. അപ്പോൾ അത് നമുക്ക് ഈ സമയക്രമം വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അടുക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് എന്തായാലും ഒന്ന് നമുക്കൊരു വീഡിയോ എന്തായാലും ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അതേപോലെ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പക്ഷെ എന്നാലും ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 3rd സെമസ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.